27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ദിവസമായിരിക്കും. ബിസിനസ്സിൽ വിജയം കൈവരിക്കും. പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളിൽ നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കാം. അതിഥികളെ സൽക്കരിക്കുവാനുള്ള അവസരം ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഏറെക്കാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കും. മനസ്സുഖം വർദ്ധിക്കും. ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഏറ്റെടുത്ത സംഗതികൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം കൈവരിക്കും. പ്രതികൂലമായി നിന്നിരുന്ന പല ഘടകങ്ങളെയും അനുകൂലമാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാമ്പത്തിക സഹായം ലഭിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കടം നൽകിയ പണം തിരികെ ലഭിക്കും. മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പൊതുപ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുവാൻ സാധിക്കും. സഹോദര ഗുണം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ഉണ്ടാകും. പണസംബന്ധമായ കാര്യങ്ങളിൽ കൃത്യത പുലർത്തും. കാർഷിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അപകടങ്ങളാൽ പരിക്കുകൾ ഏൽക്കാൻ സാധ്യത. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ലേശകരമായ ദിവസമായിരിക്കും. വിരോധികൾ കൂടുതലായിക്കൊണ്ടിരിക്കും. ചിലവുകൾ അധികരിക്കും. അടുത്തത് പുണർതം നക്ഷത്രമാണ്. സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ഇന്നത്തെ ദിവസം. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ആത്മബന്ധമുള്ളവർ മാനസികമായി അകലുവാൻ സാധ്യത കാണുന്നുണ്ട്. പുതുതായി വിവാഹ ആലോചനകൾ വന്നു ചേരും. സംസാരം വളരെയധികം ശ്രദ്ധിക്കണം. തർക്ക വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടി വരും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ എതിരായി നിന്നിരുന്ന ഘടകങ്ങൾ അനുകൂലമായി വരും. വിദേശത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും. സാമ്പത്തിക വിഷമതകൾ ശമിക്കും. കുടുംബത്തിൽ സുഖവും ശ്രേയസ്സും വർദ്ധിക്കും. താൽക്കാലികമായ ജോലി സ്ഥിരപ്പെടും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമായി തീരും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ധനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ജാഗ്രത പുലർത്തണം. മനസ്സ് സംഘർഷഭരിതമായിരിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ ആവുകയില്ല. ദീർഘയാത്രകൾ ഒഴിവാക്കണം. സഹപ്രവർത്തകരുമായി രമ്യതയിൽ പോകുവാൻ ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠത പാലിക്കുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനപരമായ കാര്യങ്ങളിൽ വഞ്ചനയിൽ അകപ്പെടരുത്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. ഉദ്യോഗസ്ഥർ പ്രലോഭനങ്ങളിൽപ്പെട്ട് അഴിമതി പ്രവർത്തനങ്ങൾ നടത്തരുത്. കച്ചവടങ്ങളിൽ ലാഭം കുറയുവാനുള്ള സാധ്യത കൂടുതലാണ്. അപവാദം കേൾക്കേണ്ടി വരും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും. സാമ്പത്തിക വിഷമതകൾ ശമിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. കുടുംബസമേതം യാത്രകൾ ചെയ്യേണ്ടി വരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. പ്രണയബന്ധിതർക്ക് മുതിർന്നവരിൽ നിന്നും അംഗീകാരം ലഭിക്കും. കച്ചവടത്തിൽ വിജയം ഉണ്ടാകും. സത്യത്തിനും നീതിക്കും ചേരാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഊഹക്കച്ചവടത്തിൽ വിജയം കൈവരിക്കും. സ്ത്രീകൾക്ക് അവരുടെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ ശോഭിക്കുവാൻ ആകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. നല്ല ഭാഗ്യമുള്ള ദിവസമാണ്. ബന്ധങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് വിജയം. വിവാഹം, ജോലി എന്നിവ തേടുന്നവർക്ക് അനുകൂലമായ ദിവസം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളും. അടുത്തത് ചോതി നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഒഴിവാകും. അന്യദേശത്ത് നിന്നും ഗുണഫലങ്ങൾ ലഭിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ഫലങ്ങൾ ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടും. അടുത്ത സുഹൃത്തുക്കൾ വഴി നേട്ടം ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും. സാമ്പത്തികമായി ഉന്നതി കൈവരും. സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടും. ചെറുകിട കച്ചവടക്കാർക്ക് വ്യാപാരം വിപുലപ്പെടുത്തുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തിക സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് തൊഴിലിൽ ഉന്നതി ഉണ്ടാകും. സ്ഥലം മാറ്റം ഉണ്ടാകും. ബിസിനസ്സിൽ അവിചാരിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. വാഹന സുഖം ഉണ്ടാകും. കുടുംബബന്ധങ്ങൾ സംസാരം മൂലം ശിഥിലമാകാതെ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. യാത്രകളിൽ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം കരുതലോടുകൂടി ഇരിക്കണം. വിവാഹകാര്യങ്ങളിൽ തടസ്സം ഉണ്ടായേക്കാം. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ അത്ര വേഗം നടന്നു എന്ന് വരില്ല.
ആരോഗ്യസ്ഥിതിയിൽ വിഷമതകൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായത്തിന് കുറവുണ്ടാകും. സംഭാഷണത്തിലെ പിഴവ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, സൂക്ഷിക്കുക. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പ്രണയബന്ധങ്ങളിൽ വഞ്ചിതരാകുവാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം കാണുന്നു. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും പ്രതികൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം. പലവിധത്തിലുള്ള അനാവശ്യ ചെലവുകൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പൊതുപ്രവർത്തകർക്ക് ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും നേരിടേണ്ടതായി വരും. ജീവിത പങ്കാളി മൂലം മാനസിക വിഷമങ്ങൾ അനുഭവപ്പെടും. പ്രധാനപ്പെട്ട സംഗതികൾ സാമ്പത്തിക ഞെരുക്കം മൂലം മാറ്റിവെക്കേണ്ടി വരും. സഹായികളായി നിന്നിരുന്ന സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്നതായിരിക്കും. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. കാര്യങ്ങളിൽ അനാവശ്യ ധൃതി കാണിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മോശമാകും. സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് ചതയ നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന അവസ്ഥയുണ്ടാകും. പ്രണയം മൂലം മാനസികമായ വിഷമതകൾ വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ പരാജയഭീതി വളരുന്നതായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ നഷ്ടമാകും. അലച്ചിലും ബുദ്ധിമുട്ടും വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഗൃഹജീവിതത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇണയെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിവാദങ്ങളിൽ അകപ്പെടരുത്. അനർഹരായ അന്യരെ സഹായിക്കുന്നത് ദോഷം ചെയ്യും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും. സാമ്പത്തിക മാന്ദ്യത അനുഭവപ്പെടും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. ഔദ്യോഗിക തലത്തിൽ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും മറ്റും ലഭിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരും. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയിൽ മെച്ചം വന്നുഭവിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. പണം കടം വാങ്ങി കാര്യങ്ങൾ നടത്തേണ്ടി വരും. ജലജന്യ രോഗങ്ങൾ പിടിപെടാം. വ്യവഹാരങ്ങളിൽ തിരിച്ചടി നേരിടുവാൻ സാധ്യത കാണുന്നുണ്ട്. നിർമ്മാണ പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. പണസംബന്ധമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ സാധിക്കുകയില്ല. പണസംബന്ധമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായ രേഖകളിൽ ഒപ്പുവെക്കുകയും മറ്റും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.